കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സും പോലീസുമായി സംഘർഷത്തിൽ 12 പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസുകാരെ ആക്രമിച്ച 20 പേരെ കോടതി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷമീർ, എന്തിനാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ പ്രകോപിതരായത്? എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിഷയം? ബിനിൽ, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. 2021 ഇവർ കൊട്ടാരക്കരയിൽ ബസ് സ്റ്റാൻഡിൽ നടത്തിയ ചില അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിലെ സമൻസ് പിന്നീട് വാറണ്ട് ആവുകയും ചെയ്തു. ഈ വാറണ്ടായ സാഹചര്യത്തിലാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവർ വലിയ പ്രകടനമായി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് മുമ്പിലും അതുപോലെ പിന്നീട് അവിടെ നിന്നുള്ള പ്രകടനം കൊട്ടാരക്കര SP ഓഫീസിലേക്ക് നടന്നു നീങ്ങി. ഇതിനിടയിൽ ചിലർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. MC റോഡാണ്, വലിയ തിരക്കുണ്ടായി. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ റോഡിന്റെ നടുക്ക് ഇവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടുകൂടി നാട്ടുകാർ വലിയ രീതിയിൽ വയലന്റ് ആവുകയും ഒരു ഇരുചക്ര വാഹന യാത്രക്കാരൻ ഈ പ്രതിഷേധക്കാർക്കിടയിലൂടെ വാഹനം ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചതുമാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. അതുവരെ പോലീസ് സംയമനം പാലിച്ചതാണ്. പിന്നീട് ഈ പ്രതിഷേധക്കാരെ പോലീസ് നീക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന്റെ ലാത്തി മേടിച്ച് പോലീസുകാരുടെ തലയടിച്ചു പൊട്ടിക്കുന്നതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. കടകളിലിരുന്ന സോഡാ കുപ്പികൾ വരെ വലിച്ചെറിഞ്ഞു. കൊട്ടാരക്കര CA അടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ഒരു പോലീസ് നടപടി, പോലീസ് നേരിയ തോതിൽ ലാത്തി വീശി ഇവരെ അറസ്റ്റ് ചെയ്ത് വിവിധ സ്റ്റേഷനിലേക്ക് രാത്രിയോടെ മാറ്റുകയും ചെയ്തു. പിന്നീട് പുലർച്ചയോടുകൂടി ഇവരുടെ മെഡിക്കൽ എടുക്കാനായി പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെയും വലിയ രീതിയിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വലിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുജന മധ്യത്തിൽ വെച്ച് ഇവർ വസ്ത്രമുരിഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടികളും അതുപോലെ ആയിരക്കണക്കിന് അതാണിപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്.